ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിലിക്കൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങിക്കുക എന്നൊക്കെ. അതിനൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങ് പരത്തി വെച്ചൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എയർ ഫ്രയറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ വെണ്ടക്ക കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്താൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ കുക്കായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഇതായിട്ട് വരണ്ട, മൊരിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. മുട്ട ഒന്ന് വേവുന്ന വിധത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ വെണ്ടക്ക ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടി കുക്കായി വരുമ്പോഴത്തേക്കും സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു പകുതി സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ ആ ഒരു റോസ്മെല്ല് മാറുന്ന വരെ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് മാത്രം സമയമൊന്നും വഴറ്റണ്ട. ഏറ്റവും നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അതിൻ്റെ ആ വഴുവഴുപ്പ് മാറി കിട്ടുന്ന വരെ വഴറ്റുക എന്നുള്ളതാണ്. അതെന്തായാലും ഇനി വേണ്ട കേട്ടോ. പിന്നെ ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് അതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ആകുന്ന വിധത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്ക കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ആവണം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു മസാല കൂട്ടിലേക്കുണ്ടല്ലോ ഈ വെണ്ടക്ക അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളുണ്ടല്ലോ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ട, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വെണ്ടയ്ക്കാന്ന് അറിയാനേ ഇല്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. നമുക്ക് ഏതിൻ്റെ കൂടെ നല്ല രുചിയാണ്. പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.